വെൽക്കം ടു സമഗ്ര അക്കാഡമി. സമഗ്ര അക്കാഡമിയുടെ പുതിയൊരു HSA സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് HSA സോഷ്യൽ സയൻസിലെ നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ടുള്ള ഒരു വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള നമ്മളൊരു ടോപ്പിക്കാണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ ഈ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ഫീൽഡിലെ ഒരു വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ. HSA സോഷ്യൽ സയൻസിൽ നമുക്ക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സിവിക്സ്, സോഷ്യോളജി ഒക്കെ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ അതുപോലെ അവിടെ നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടിയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ ഈ ഫീൽഡിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻസുകൾ. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് പ്രീവിയസ്ലി വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്ന്, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്നു. സെക്കൻഡ്, ഓപ്ഷൻ 2 ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ 3 ഒരു ഗവൺമെന്റ് ഇതര സംഘടനയായി പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ 4 1961 മുതൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആംനസ്റ്റി ഇന്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പൊ നോക്കൂ, ഒരു മനുഷ്യാവകാശ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നതാണോ ആംനസ്റ്റി ഇന്റർനാഷണൽ? ശരി തന്നെയാണ് അല്ലേ? ഓക്കെ. സെക്കൻഡ്, ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. ഒരു ഗവൺമെന്റ് ഇതര സംഘടനയായി പ്രവർത്തിക്കുന്നു. 1961 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരി തന്നെയാണ്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആക്ച്വലി പഠിക്കാനുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആംനസ്റ്റി ഇന്റർനാഷണലെ കുറിച്ച് പറയുകയാണെങ്കിൽ 1961 ആംനസ്റ്റി ഇന്റർനാഷണൽ എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പ്രവർത്തനം ആരംഭിച്ചത് അല്ലെ. 1961 പീറ്റർ ബെൻസൺ എന്ന ബ്രിട്ടീഷ് അഭിഭാഷകനാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചത്. ലോകമെമ്പാടുമുള്ള മനസാക്ഷി തടവുകാർക്ക് പൊതുമാപ്പ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടനിൽ ഒരു അപ്പീൽ ആരംഭിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു സംഘടന ആരംഭിച്ചപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ ഒന്നുകൂടി, 1961 പീറ്റർ ബെൻസൺ എന്ന ബ്രിട്ടീഷ് അഭിഭാഷകനാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ എവിടെ സ്ഥാപിച്ചത്? ലണ്ടനിൽ സ്ഥാപിച്ചത്. എന്ത് ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു സ്ഥാപിച്ചത്? ലോകമെമ്പാടുമുള്ള മനസാക്ഷി തടവുകാരെ പൊതുമാപ്പ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടനിൽ ഒരു അപ്പീൽ ആരംഭിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിലും മറ്റ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ രേഖകളിലും പ്രതിപാദിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യാവകാശങ്ങളും ഓരോ വ്യക്തിയും ആസ്വദിക്കുന്ന ഒരു ലോകത്തിനായി പ്രചാരണം നടത്തുക എന്നുള്ളതാണ് ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ, എന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം. അപ്പൊ മേ ബി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇനി അടുത്ത വരുന്ന എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായിരുന്നു ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ദൗത്യം കുട്ടികളെ? നമുക്ക് നോക്കാം. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിലും മറ്റ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ രേഖകളിലും പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ എല്ലാ മനുഷ്യ അവകാശങ്ങളെയും ഒരു വ്യക്തി ആസ്വദിക്കുന്ന ഒരു ലോകത്തിനായി പ്രചരണം നടത്തുക എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള മനുഷ്യ അവകാശങ്ങളും അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യവും വ്യക്തികൾക്ക് ലഭ്യമാക്കുക. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അതായത് നമ്മൾ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ മനുഷ്യാവകാശങ്ങൾക്കും ഓരോരോ വ്യക്തിക്കും ലഭ്യമാകുന്നുണ്ടോ? അങ്ങനെ ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന ഒരു ലോകത്തിനായി നമുക്ക് പ്രചാരണം നടത്തുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഒരു ദൗത്യം. അപ്പൊ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. ദെൻ അനീതിയെ വ്യക്തിപരമായി കാര്യമായി കണക്കാക്കുന്ന 7 ദശലക്ഷത്തിലധികം ആളുകളുടെ ആഗോള പ്രസ്ഥാനമാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. എന്താണ്? അനീതിയെ വ്യക്തിപരമായി കാര്യമായി കണക്കാക്കുന്ന ഏകദേശം
7 ദശലക്ഷത്തിലധികം ആളുകളുടെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അതായത് ആഗോള പ്രസ്ഥാനമാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അനീതിക്ക് അല്ലെങ്കിൽ ഇൻജസ്റ്റിസിനെതിരെ മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുക. അപ്പൊ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അനീതികളെയും വ്യക്തിപരമായിട്ട് എന്താ പറയുന്ന കാര്യമായി കണക്കാക്കുന്ന ഏകദേശം 7 ദശലക്ഷത്തിലധികം ആളുകളുടെ ഒരു ആഗോള പ്രസ്ഥാനം കൂടിയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. സോ അതുകൊണ്ട് തന്നെ 1977 പീഡനത്തിനെതിരായ മനുഷിക അന്തസ്സിന്റെ പ്രതിരോധത്തിന് സമാധാനത്തിനുമുള്ള നോബൽ സമ്മാനം ഈ സംഘടനയ്ക്ക് ലഭിച്ചു. അപ്പൊ 1977 ആംനസ്റ്റി ഇന്റർനാഷണലില് ഗ്ലോബൽ എന്താ പറയുന്നത് സമാധാനത്തിനുള്ള ഇന്റർനാഷണൽ പീസ് പ്രൈസ് ലഭിക്കുകയുണ്ടായി, അല്ലെ? ആരൊക്കെ? ഒരു നോബൽ പ്രൈസ് ആണ്, അല്ലെങ്കിൽ നോബൽ പ്രൈസ് ഫോർ ദ പീസ്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമാധാനത്തിനുള്ള പീസിനുള്ള നോബൽ പ്രൈസ് 1977 ആംനസ്റ്റി ഇന്റർനാഷണൽ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്നത്? പീഡനത്തിന് അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്രൂവൽറ്റീസിനും ഇൻജസ്റ്റിസിനും എതിരായ മനുഷ്യ അന്തസ്സിന്, എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്തിനാണ്? മനുഷ്യന്റെ അന്തസ്സിന്റെ പ്രതിരോധം. അവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് സംരക്ഷണം കൊടുക്കുക, അവന് എല്ലാ തരത്തിലുള്ള പ്രതിരോധവും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള റെസിസ്റ്റൻസും അവന് ലഭ്യമാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം വച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന ആയിരുന്നു ആംനസ്റ്റി ഇന്റർനാഷണൽ. സോ അങ്ങനെ ഒരു ലക്ഷ്യത്തിൽ അനുസരിച്ച് പ്രവർത്തിച്ചു. അതിൽ 100% സക്സസ്ഫുൾ ആയിരുന്നു ഈ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ ഈ കാരണത്താലാണ് 1977 ആംനസ്റ്റി ഇന്റർനാഷണൽ ലോക സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ഏത് വർഷമാ? 1977 ദെൻ അപ്പോ ഈ ഒരു സംഘടനയുടെ മോട്ടോ എപ്പോഴും എല്ലാ എക്സാമിനേഷനിലും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കത് പഠിക്കണം. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ മെഴുകുതിരി കത്തിക്കുന്നതാണ്. ഇതായിരുന്നു ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഒരു മോട്ടോ എന്നറിയപ്പെടുന്നത്. എന്തായിരുന്നു? ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ മെഴുകുതിരി കത്തിക്കുന്നതാണ്. ദിസ് ഈസ് ദ മോട്ടോ ഓഫ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ മോട്ടോ കൂടിയായിരുന്നു ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ മെഴുകുതിരി കത്തിക്കുന്നതാണ്. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ. ദെൻ 2024 മെയ് വരെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സെക്രട്ടറി ജനറൽ ആഗ്നസ് കലാമാർഡ് ആയിരുന്നു ആംനസ്റ്റി ഇന്റർനാഷണലിലെ സെക്രട്ടറി ജനറൽ. 2024 മെയ് മാസം വരെ ഉള്ളൂ കേട്ടോ. കാര്യം ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് നമ്മുടെ എക്സാമിനേഷൻ ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെക്രട്ടറി ജനറലൊക്കെ നോക്കി വെച്ചോണം. ഓക്കെ. 2021 നിയമിതയായ ഇവർ, അപ്പൊ ഇവർ എന്നാ നിയമിതയായത്? അതൊക്കെ ചോദിക്കും. 2021 നിയമിതയായ ഇവർ ഈ സംഘടനയുടെ മുഖ്യ വക്താവും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ നേതാവുമാണ്. മനുഷ്യാവകാശ വെല്ലുവിളികളെ ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ വിദഗ്ധയും വംശീയ വിരുദ്ധ പ്രവർത്തകയും ഒരു ഫെമിനിസ്റ്റുമായിരുന്നു നമ്മുടെ ആഗ്നസ് കലാമാർഡ് എന്ന് അറിയപ്പെടുന്നത്. സോ ആഗ്നസ് കലാമാർഡ് ഹി ബിക്കേം ദ സെക്രട്ടറി ജനറൽ ഓഫ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഈസ് ഇൻ 2024 മെയ് എന്ന് വരെയാണ്. ഇപ്പൊ എന്നായിരുന്നു അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ളത്? 2021. 2024 മെയ് മാസം വരെയാണ്. ഓക്കെ. നമ്മൾ ആംനസ്റ്റി ഇന്റർനാഷണൽ പഠിച്ച പോലെ നമുക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുകൾ ഉണ്ട്, അല്ലെ? അതിൽ ഏതൊക്കെയാണ്? യൂറോപ്യൻ യൂണിയൻ, ബ്രിക്സ്, സാർക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുകൾ ഉണ്ട്. അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊന്നാണ് യൂറോപ്യൻ യൂണിയൻ. സോ യൂറോപ്യൻ വൻകരയിലെ 27 രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു സംഘ രാഷ്ട്രമാണ് എന്താ പറയുന്നത്? യൂറോപ്യൻ യൂണിയൻ, അല്ലെ? ഒരു അനദർ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് യൂറോപ്യൻ യൂണിയൻ. 1992 മാസ്ട്രിച്ച് ഉടമ്പടിയിലൂടെയാണ് ഈ ഏകീകൃത രാഷ്ട്രീയ സംവിധാനം നിലവിൽ വന്നത്. എന്നാണ്? 1992 മാസ്ട്രിച്ച് ഉടമ്പടിയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഏകീകൃത രാഷ്ട്രീയ സംവിധാനം നിലവിൽ വന്നത്. ഒരു ഏകീകൃത യൂറോപ്പിനായി 1951 മുതലുള്ള ശ്രമങ്ങളുടെയും പൊതുവേദികളുടെയും ഫലമാണ് യൂറോപ്യൻ യൂണിയന്റെ പിറവി. അപ്പൊ യൂറോപ്യൻ യൂണിയൻ നിലവിൽ വരുന്നതിന് ഇടയാക്കിയിട്ടുള്ള നിരവധി ശ്രമങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഏകീകൃത യൂറോപ്പിനായി 1951 മുതലുള്ള ശ്രമങ്ങളുടെയും പൊതുവേദികളുടെയും ഫലമാണ് യൂറോപ്യൻ യൂണിയന്റെ പിറവി. യൂറോപ്യൻ വൻകരയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തി കൂടിയായിരുന്നു ഈ സംഘരാഷ്ട്രം. ഏതാണ്? യൂറോപ്യൻ വൻകരയിലെ തന്നെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ സാമ്പത്തിക ശക്തി കൂടിയായിരുന്നു ഈ സംഘരാഷ്ട്രീയ സംഘടന എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ യൂറോപ്യൻ യൂണിയനിൽ ഇന്ന് 28 അംഗരാജ്യങ്ങളുണ്ട്.
ഇത് 2003 അംഗത്വത്തിന് ആരായിരുന്നു അംഗത്വത്തിന് അപേക്ഷിക്കുകയും 2005 മുതൽ 2011 വരെ ചർച്ചകൾ നടത്തുകയും ചെയ്ത ശേഷം 2013 ജൂലൈ 1 ക്രൊയേഷ്യ 28ാമത്തെ അംഗമായി മാറി. യൂറോപ്യൻ യൂണിയനിലെ 28ാമത്തെ അംഗം ആരാണ്? ക്രൊയേഷ്യ ആണ്. അപ്പൊ 2003 അംഗത്വത്തിന് അപേക്ഷിച്ചത്. 2005 മുതൽ 11 വരെ ചർച്ചകളൊക്കെ നടത്തി. അങ്ങനെ 2013 ജൂലൈ 1 ക്രൊയേഷ്യ 28ാമത്തെ അംഗരാജ്യമായി. മനസ്സിലായല്ലോ? ഇതാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിക്സ് ആണ്. ബ്രിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങൾ ചേർന്ന് 2006 ജൂണിൽ സ്ഥാപിതമായ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ കൂടിയായിരുന്നു ബ്രിക്സ്. ഇന്ത്യ ഒരു സ്ഥാപക അംഗമാണ്. ബ്രിക്സിലെ ഒരു സ്ഥാപക അംഗമാണ് ആര്? ഇന്ത്യ. ഓക്കെ, പിന്നെ ചൈനയിലെ ഷാങ്ഹായിലാണ് ബ്രിക്സിന്റെ ആസ്ഥാനം. അപ്പൊ ഇതിന്റെ ആസ്ഥാനം, ബ്രിക്സിന്റെ ആസ്ഥാനം എവിടാണ്? ചൈനയിലെ ഷാങ്ഹായിലാണ്. ഓക്കെ, 2024 ജാനുവരി 1 ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയ ബ്രിക്സ്, ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയ ബ്രിക്സ് ഈജിപ്റ്റ്, എത്തോപ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ 4 പുതിയ അംഗങ്ങളെ കൂടി ഇതിലേക്ക് എന്ത് ചെയ്തു? പ്രവേശിപ്പിച്ചു. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ 2024 ജാനുവരി 1 ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്ന ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയ ബ്രിക്സില് ഈജിപ്റ്റ്, എത്തോപ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ 4 പുതിയ അംഗങ്ങളെ കൂടി ഈ ബ്രിക്സിലെ എന്ത് ചെയ്തു? അംഗങ്ങളെ പ്രവേശിച്ചു. പുതിയ അംഗങ്ങളെ കൂടി ബ്രിക്സിലേക്ക് പ്രവേശിപ്പിക്കുകയുണ്ടായി. അപ്പൊ ബ്രിക്സ് എന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ രൂപീകരിച്ച വർഷം 2006 ജൂൺ മാസത്തിലാണ്. ഇതിന്റെ ആസ്ഥാനം ചോദിക്കും, ഷാങ്ഹായിലാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുകളൊക്കെ വേറെ ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ സമഗ്രയുടെ ആപ്പിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ക്ലാസ്സുകൾ, HSI സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് സെഷൻ ക്ലാസ്സുകളും സമഗ്ര ആപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഒരു ചെറിയൊരു ഫീസ് എമൗണ്ട് മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഈടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമഗ്രയുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ പല എക്സാമിനേഷന്റെ പാറ്റേൺ ഒക്കെ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിച്ചാൽ മാത്രം കിട്ടുന്നവയുമാണ് അല്ലെ. അപ്പോൾ SCERT ടെസ്റ്റുകൾ മാത്രമല്ല, ഡിഗ്രി സിലബസും, നമ്മൾ HSI എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിഗ്രി സിലബസ് നിലവാരത്തിൽ വരെ നിങ്ങൾ എത്തിച്ചേരണം. പിന്നെ ഹയർ സെക്കൻഡറി നിലവാരത്തിലും ഡിഗ്രി നിലവാരത്തിലൊക്കെ. അപ്പൊ അവിടെയുള്ള ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് ആ ബുക്സുകൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇനിയും ഉള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമഗ്രയുടെ ആപ്പുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സമഗ്രയുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.